നമുക്ക് അരവിന്ദിന്റെ മക്കളുടെ വരാൻ പോകുന്ന ആഴ്ചയിൽ നല്ലൊരു കഥ ആയിട്ടാലോ. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ഹൈപ്പ് ചെയ്യാൻ മറക്കരുതേ. ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അങ്ങനെ നമ്മൾ കാണുന്ന ഒടുവില് മദ്യപിച്ച് ലെക്ക് കേട്ട് വന്നതിന്റെ പേരില് വല്ലാത്തൊരു വിഷമം ഗംഗയുടെ മനസ്സിലുണ്ടാവുന്നുണ്ട്. ഗംഗയാണെ പഴയതുപോലെ വിനീതിനോടും മിണ്ടുന്നൊന്നുമില്ല. വിനീതിനും ആകെപ്പാടെ നാണക്കേടായി പോയി. കാരണം അങ്ങനെ മദ്യപിക്കണമെന്നോർത്ത് മദ്യപിച്ചൊന്നുമല്ല, അറിയാതെ ഗ്ലാസ് മാറിപ്പോയി മദ്യപിച്ചാണ്. അപ്പൊ ഇനി എന്ത് ചെയ്യാൻ പറ്റും? എങ്ങനെയെങ്കിലും ഗംഗ ഒന്ന് കൺവിൻസ് ചെയ്യിക്കണമല്ലോ. അത് മാത്രമല്ല, അവളെ തന്നിലേക്ക് അടുപ്പിക്കണമെങ്കിൽ ഇനിയിപ്പോൾ എന്താ ഒരു മാർഗം എന്നൊക്കെ ആലോചിച്ച് വിനീത് തലപോയ്ക്കുന്നുണ്ട്. ഒടുവിൽ കട ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും ദേവിച്ചേട്ടൻ പറഞ്ഞു, എടാ ഇതൊക്കെ ഈസി ആയിട്ടുള്ള കാര്യമല്ലേ, നീ ഒരു കാര്യം ചെയ്യേ, കുറച്ച് മുല്ലപ്പും അലുവയൊക്കെ മേടിച്ചുകൊണ്ട് ചെന്നാൽ മതി. എടാ അതിനകത്ത് വീഴാത്ത പെൺകുട്ടികളൊന്നുമില്ല, അറിയാലോ. അതൊക്കെ വാങ്ങിച്ചു കൊടുത്ത് നീ നയത്തിലൊന്ന് സോപ്പിടാൻ ശ്രമിക്കുക. പക്ഷെ വിനീതിന് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ടും കാര്യമുണ്ടോ? ഇനിയിപ്പം ഗംഗയ്ക്ക് തന്നെ മനസ്സിലാവോ? ഒരു പക്ഷെ താൻ ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത കാര്യമോ ചെയ്തേ, അത് അബദ്ധം പറ്റിയതാണ്. ഇനിയിപ്പം അതിനെക്കുറിച്ച് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ഒടുവിൽ ഗംഗയെ സോപ്പിടാൻ വേണ്ടിയിട്ട് മുല്ലപ്പൂ അലിവയൊക്കെ വാങ്ങിച്ചുകൊണ്ട് വിനീത് വീട്ടിലേക്ക് വരുന്നേ. പക്ഷെ വീട്ടിലേക്ക് വരുമ്പോൾ ഇതൊന്നും കൊടുക്കണമല്ലോ. അങ്ങനെ കവറൊക്കെ വാങ്ങിച്ചുകൊണ്ട് വരുമ്പോൾ കാവേരി പിടികൂടി. വിനീതേട്ടാ ഇതെന്താന്നൊക്കെ ചോദിച്ചുകൊണ്ട് കാവേരി ചോദ്യം ചെയ്യുന്നുണ്ട്. പക്ഷെ വിനീതിന് ഭയങ്കര ടെൻഷനാ. എങ്ങനെ പറയണേ, ഒന്നുമില്ല എന്നൊക്കെ പറഞ്ഞ് ഒഴിഞ്ഞു മാറി. പക്ഷെ കാവേരി വീട്ടില. സത്യം പറ, എന്തോ കാര്യമായിട്ട് വാങ്ങിച്ചിട്ടുണ്ടല്ലോ. ഒടുവിൽ വിനീത് അവിടുന്ന് ഒരു വിധത്തിലാണ് രക്ഷപ്പെട്ട് മുറിയിലേക്ക് വരുന്നേ. അങ്ങനെ കുറെ സമയം കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേനും മുറിയിലേക്ക് ഗംഗ കയറി വന്നു. ഗംഗയ്ക്ക് ഇത് കൊടുക്കണം. എങ്ങനെയാ കൊടുക്കുന്നേ? കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇനിയിപ്പോൾ അവൾ എന്താ പറയാന്നൊന്നും അറിയില്ലോ. ഒടുവിൽ വിനീത് പറഞ്ഞു, അതെ ഞാനൊരു കാര്യം വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്, ഹലുവ വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. അത് കേട്ടപ്പം ഗംഗയൊന്ന് നോക്കി. അപ്പോഴേക്കും വിനീത് പറഞ്ഞു, ഞാൻ ഗംഗയ്ക്ക് വണ്ടി വാങ്ങിച്ചോണ്ട് ഗംഗയ്ക്ക് ഹലുവ ഭയങ്കര ഇഷ്ടമാണെന്ന് എനിക്കറിയാം, അതുകൊണ്ടാന്ന് പറഞ്ഞു. വിനീത് തന്നെ കുറച്ച് കട്ട് ചെയ്ത് അവൾക്ക് കൊടുക്കുന്നുണ്ട്. ഒന്നും ഗംഗയൊന്നും മിണ്ടിയൊന്നുമില്ല, അത് വാങ്ങിച്ച് കഴിക്കുന്നുണ്ട്. ഇനിയിപ്പം മുല്ലപ്പൂ, ദൈവമേ ഇനിയിപ്പം മുല്ലപ്പൂ എങ്ങനെ കൊടുക്കും? അത് കൊടുത്തിട്ടുണ്ട് എന്ത് വിചാരിക്കും എന്നൊക്കെ ഒരു ചിന്തയായിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ ഗംഗ അങ്ങോട്ട് ഇറങ്ങി പോവുകയും ചെയ്തു. വിനീത് ഇങ്ങനെ നോക്കി നിൽക്കുക, ഇനിയിപ്പോൾ എന്താ ചെയ്യണ്ടേന്ന്. എങ്ങനെയെങ്കിലും മുല്ലപ്പൂവും കൂടെ കൊടുക്കണം. നേരിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ അവൾ എന്ത് വിചാരിക്കും? കുറച്ച് സമയം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ കാവേരിയും ശാരദയും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയം ഗംഗ അവിടേക്ക് പോകുന്നുണ്ട്. അപ്പോൾ വിനീത് ഓർത്തു, ഗംഗയ്ക്ക് കൊടുക്കാം എന്നൊക്കെ ഒരു വിചാരം മനസ്സിലുണ്ടായിരുന്നു. അങ്ങനെയാണെങ്കിൽ ഗംഗയ്ക്ക് മനസ്സിലാൻ തൻ്റെ മനസ്സ് എങ്ങനെയെങ്കിലും അവളെ ഒന്ന് പാട്ടിലാക്കണം, അതിന് വേണ്ടിയിട്ടാണ്. ഇത്തിരി കഴിഞ്ഞപ്പം ഗംഗ അവിടെ നിൽക്കുന്ന കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും വിനീത് എന്ത് ചെയ്തു, ഗംഗയ്ക്ക് വേണ്ടിയിട്ട് ഗംഗ അവിടെ നിൽക്കുവാണല്ലോ, ഗംഗയുടെ ദേഹത്തേക്ക് ആ പൂ എറിയുവാണ്. പക്ഷേ എങ്കിൽ അത് കൃത്യം ചെന്ന് വീഴുന്ന ശാരദയുടെ ദേഹത്ത്. ശാരദ അപ്പുറം ഇരിക്കുന്നുണ്ടായിരുന്നു. ശാരദേനെ കണ്ടില്ല വിനീത്. ഒരു നിമിഷം ശാരദ ഞെട്ടിപ്പോയി. പാമ്പാന്ന് ഓർത്ത് അയ്യോ അമ്മയെന്ന് പറഞ്ഞ് ഒറ്റ അലറിവിളിക്കലായിരുന്നു. കാവേരി നോക്കി കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ, പൂവ് ഇതെവിടെന്നാ? മുല്ലപ്പൂ. മുല്ലപ്പൂ ഇവിടെ വരാൻ വഴിയുള്ളതല്ല എൻ്റെ അമ്മ, അത് പാമ്പൊന്നും അല്ല, അത് പൂവാന്ന് പറഞ്ഞു. പൂവോ? അത് നോക്കാൻ പറഞ്ഞു. ഇതെങ്ങനെ? ഒന്നും മനസ്സിലായില്ല. പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് എസ്കേപ്പ് ആവുകയാണ് വിനീത്. വിനീതിന് മനസ്സിലായി അബദ്ധം പറ്റിയെന്നുള്ള കാര്യം. ഗംഗയ്ക്ക് വേണ്ടിയിട്ട് കൊടുത്താണ്, ഗംഗയ്ക്ക് ഒരു സർപ്രൈസ് കൊടുത്താണ്. വെറുതെ ഒന്ന് കാണിച്ചു നോക്കിയതാ. പക്ഷെ അത് ഇതുപോലെ പുലിവാല് പിടിക്കുന്നുള്ള കാര്യം വിനീത് ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. ആകെപ്പാടെ നാണക്കേടായിപ്പോയി. ആ സമയം കാവേരിക്ക് തോന്നി മിക്കവാറും ഇത് വിനീതന്റെ പരിപാടിയായിരിക്കും ഗംഗേച്ചിക്ക് വേണ്ടിയിട്ട്. പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും, പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ചക്കിന് വെച്ചത് കൊക്കിനുണ്ടൊരവസ്ഥയായിപ്പോയി വിനീതിന്. ഗംഗയുടെ മുഖത്തേക്ക് നോക്കാം. പിന്നീട് വിനീതിന് നാണവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ അന്നത്തെ ദിവസം അങ്ങോട്ട് കഴിഞ്ഞു പോയി. ഈ സമയത്ത് നിവിനെ വിളിച്ചോണ്ട് പോയി ഒരു പ്രോപ്പർട്ടിയും കാര്യങ്ങളൊക്കെ ജയപാലൻ കാണിക്കുന്നുണ്ട്. അപ്പം നിവിന് ആ പ്രോപ്പർട്ടി കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും എന്തായതാണെന്ന് മനസ്സിലായില്ല. കാരണം ആ പ്രോപ്പർട്ടിയുടെ ഉടമസ്ഥാവകാശം തനിക്കാന്നൊക്കെ ജയപാലൻ പറയുകയും ചെയ്തു. എന്തേ, എൻ്റെ മകൾ രാഗിണി ഇനി നീയാണ് വിവാഹം കഴിക്കാൻ പോകുന്നത്, അപ്പം നിനക്കായിട്ട് അവകാശപ്പെട്ടാണ് ഈ പ്രോപ്പർട്ടി, നിനക്ക് വേണ്ടി ഞാൻ വാങ്ങിയതാന്ന് പറഞ്ഞു. ഈ അടുത്ത കാലത്ത് വാങ്ങിയതുള്ളെന്ന് പറഞ്ഞു. അപ്പോഴേക്കും നിവിന് സംശയമായി, അടുത്ത കാലത്തോ? അങ്ങനെയാണെങ്കിൽ ഒന്നറിയണമല്ലോ എന്നൊക്കെ ഒരു ചിന്ത മനസ്സിലേക്ക് വന്നു. അതെ, ഈ പ്രോപ്പർട്ടിയോട് ഇവർ കുറെ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഞാൻ വിട്ടുകൊടുത്തില്ല, ഞാനിത് അങ്ങോട്ട് വാങ്ങി. പിന്നെ ഇത് ആ അരവിന്ദിൻ്റെയും മക്കളുടെയും പേരിലാന്നും പറഞ്ഞുകൊണ്ട് കുറെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായതാ. അപ്പോഴേക്കും ഇവന് മനസ്സിലായി ഇതാ പ്രോപ്പർട്ടി ആണെന്നുള്ള കാര്യം. ഓഹോ, അപ്പം അങ്ങനെയാണ് ഇതങ്ങനെ വെറുതെ വിട്ടിട്ട് കാര്യമില്ലല്ലോ. കാവേരിയോട് പറയാൻ തന്നെ നിവിൻ തീരുമാനിച്ചു. പിന്നീട് നിവിൻ കാവേരിയെ കാണാൻ വരുന്നുണ്ട്.
കാവേരിയെ വന്ന് കണ്ടിട്ട് കാവേരി പറഞ്ഞു, അതെ ഒരു കാര്യമുണ്ട്, നീ എന്നോടൊപ്പം വരണമെന്ന് പറഞ്ഞു. എങ്ങോട്ട്? അതൊക്കെയുണ്ട്, വാ ഞാൻ പറയാന്ന് പറഞ്ഞു. അങ്ങനെ കാവേരിയും വിളിച്ചോണ്ട് നിവിന് ആ പ്രോപ്പർട്ടി കാണിക്കാൻ കൊണ്ടുപോവാണ്. ആ സ്ഥലത്ത് നിന്ന് കഴിഞ്ഞപ്പോഴത്തേനും കാവേരി പറഞ്ഞു, ഇത് എൻ്റെ അച്ഛൻ വാങ്ങിയ പ്രോപ്പർട്ടിയാ. എൻ്റെ അച്ഛൻ അഡ്വാൻസ് കൊടുത്ത പ്രോപ്പർട്ടി ഏത്, ജയബാലൻ അങ്കിള് ഞങ്ങളുടെ കയ്യിൽ നിന്ന് തട്ടിച്ചെടുത്ത പ്രോപ്പർട്ടിയാന്ന് പറഞ്ഞു. അല്ല, എന്തിനാ നിവിനെ ഇങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ടു വന്നേ? കാവേരിക്ക് കാര്യങ്ങളൊന്നും അറിയില്ലല്ലോ. എന്തിനാ കൂട്ടിക്കൊണ്ടു വന്നേന്നൊക്കെ ചോദിച്ചു. അപ്പോഴേക്കും നിവും പറഞ്ഞു, അതെ ഇത് ജയബാലൻ അങ്കിള് വാങ്ങിയ പ്രോപ്പർട്ടിയാ. ജയബാലൻ അങ്കിള് വാങ്ങിയോ? അതെങ്ങനെ ശരിയാവും? എൻ്റെ അച്ഛനാണ് ഇതിന് അഡ്വാൻസ് കൊടുത്തത്. പിന്നെ എങ്ങനെ ജയബാലൻ അങ്കിളുടെ കയ്യിൽ ഈ പ്രോപ്പർട്ടി വരും? അതെനിക്കറിയില്ല. അതിനെക്കുറിച്ച് അറിയാൻ വേണ്ടി ഞാൻ ഇങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ട് വന്നേ. ഈ പ്രോപ്പർട്ടി ആണെന്ന് ഉറപ്പാക്കാൻ വേണ്ടിയിട്ട്. അതെ ഇത് തന്നെയാന്ന് പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പം നിവിന് മനസ്സിലായ കാര്യങ്ങൾ, ജയബാലനങ്ങള് കാവേരിയുടെ അച്ഛനെ തട്ടിച്ചെടുത്ത പ്രോപ്പർട്ടിയാണ്. നിവിന് അതിന് കൂട്ടു നിൽക്കാൻ പറ്റുന്ന കാര്യമല്ലോ. അങ്ങനെ അവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ജയബാലന്റെ കാര്യസ്ഥൻ അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. അയാളെ ഒന്ന് നോക്കുകയാണ്. ആ സമയം അയാളെ അങ്ങോട്ടേക്ക് വിളിച്ചു. കാവേരി വിളിച്ചിട്ട് ചോദിച്ചു, സത്യം പറ അങ്കിളെ, എൻ്റെ അച്ഛന് ഈ പ്രോപ്പർട്ടി വാങ്ങിയതല്ലേ, ഇതിനെക്കുറിച്ച് എന്തെങ്കിലും അറിയായിരുന്നോ? വിശ്വസ്തനായിട്ട് നടക്കുന്നതല്ലേ ജയബാലൻ അങ്കിളിനെ, അങ്ങനെയാണ് കാര്യങ്ങൾ പറ. അപ്പോഴേക്കും അയാൾ പറഞ്ഞു, അയ്യോ എനിക്കൊന്നും അറിയില്ല എന്നൊക്കെ പറഞ്ഞു. പക്ഷെ അയാളുടെ മനസ്സിൽ അരവിന്ദൻ അവസാനമായിട്ട് വന്ന് ജയപാലിനോട് പറഞ്ഞ കാര്യങ്ങളൊക്കെ ആയിരുന്നു. ആ സമയത്ത് അയാൾ അവിടെ ഉണ്ടായിരുന്നു. എന്നെ നീ ചതിച്ചല്ലോടാ, ഇത്രയും കാലം ഞാൻ സമ്പാദിച്ചു കൂട്ടിയതല്ല ഒറ്റയടിക്ക് ഇല്ലാതായി തീർന്നല്ലോ എന്നൊക്കെ പറഞ്ഞ് നെഞ്ചത്തടിച്ച് നിലവിളിച്ചോണ്ട് പോയ അരവിന്ദന്റെ മുഖമായിരുന്നു മനസ്സിൽ. പക്ഷെ അതിവിടെ പറയാൻ പറ്റില്ല. ഒടുവിൽ അയാൾ പറഞ്ഞു, എനിക്കിതിനെക്കുറിച്ചൊന്നും അറിയത്തില്ല എന്ന് പറഞ്ഞ് പെട്ടെന്ന് പോവുകയാണ്. നീവിന് ചോറേ സംശയങ്ങളും കാര്യങ്ങളൊക്കെ തോന്നി. എന്തോ എവിടെയോ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉള്ള പോലെ തോന്നി. എന്തൊക്കെയോ കാര്യസ്ഥന മറച്ചു വെക്കുന്നുണ്ടെന്നുള്ള കാര്യം മനസ്സിലായി. അയാൾക്ക് എന്തൊക്കെയോ പറയണമെന്നുണ്ട്. ഇനിയിപ്പം കാവേരി ഉള്ളതുകൊണ്ടാണോ പറയാത്തതെന്നറിയില്ല. കാവേരിക്ക് ഭയങ്കര വിഷമമായിരുന്നു. കാവേരി അവിടെ നിന്ന് പൊട്ടിക്കരയുന്നുണ്ട്. കാരണം തൻ്റെ അച്ഛന് കഷ്ടപ്പെട്ടുണ്ടാക്കിയ പൈസയായിരുന്നു, അതായിരുന്നു കൊടുത്തത്. പിന്നീട് നീവിനോട് പറയുകയും ചെയ്തു, എൻ്റെ അച്ഛൻ പൈസ കൊടുത്തെന്ന് എനിക്ക് ഉറപ്പുണ്ട്. കാരണം അച്ഛൻ്റെ ഒരു ഡയറി കിട്ടിയിട്ടുണ്ടായിരുന്നു. ആ ഡയറിക്കകത്ത് എല്ലാം എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. ജയബാലനങ്ങളിന് കൊടുത്ത പൈസയുടെ കണക്കുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. ഈ പ്രോപ്പർട്ടിക്ക് വേണ്ടിയിട്ട് അഡ്വാൻസ് കൊടുത്ത കാര്യങ്ങളും കുറേ പൈസ അല്ലാതെ കൊടുത്തതും എല്ലാം എനിക്കറിയാം. അതുകൊണ്ടാണ് പറഞ്ഞതെന്ന് പറഞ്ഞു. ഒരു വിധത്തിലാണ് നിവിന് കാവേരിയെ സമാധാനിപ്പിക്കുന്നത്. കാവേരിയെ സമാധാനിപ്പിച്ച് വിടുന്നുണ്ട്. പിന്നീട് നിവിനൊരു കാര്യം തീരുമാനിച്ചു, ആ കാര്യത്തിനെ ഒന്ന് പോയി കാണണം. അങ്ങനെ കണ്ട അയാളോട് കാര്യങ്ങളൊക്കെ ഒന്ന് തിരക്കണം. ഒടുവിൽ നിവിൻ അതിനു വേണ്ടി പോവുകയാണ്. അങ്ങനെ കാര്യസ്ഥനെ കണ്ട് കാര്യങ്ങൾ തിരക്കുകയാണ്. അപ്പോൾ കാര്യസ്ഥൻ പറഞ്ഞു, എനിക്കറിയില്ല കുഞ്ഞെന്നൊക്കെ ആദ്യം പറഞ്ഞു. അപ്പോഴേക്കും നീ പറഞ്ഞു, സത്യം പറ, ഈ പ്രോപ്പർട്ടി ആരുടെ കൈവശമായിരുന്നു ഉണ്ടായിരുന്നേ? അയാളുടെ ശരിക്കുള്ള പേരെന്താന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോൾ അയാൾക്ക് പറയാതിരിക്കാൻ പറ്റിയില്ല. അയാളുടെ കയ്യിൽ നിന്നാണ് ജയപാലന പ്രോപ്പർട്ടി വാങ്ങിയെന്നുള്ള കാര്യം പറഞ്ഞു. ശരി, അയാൾക്ക് കുറച്ച് പൈസയൊക്കെ കൊടുത്തെങ്കിലും അയാൾ വാങ്ങിച്ചില്ല. എനിക്ക് 3 പെൺകുട്ടികളുള്ള, എനിക്ക് പൈസയൊന്നും വേണ്ട മോനെ എന്നൊക്കെ പറഞ്ഞിട്ടാണ് അയാൾ പോകുന്നത്. ഈ സമയം ഗംഗയോടും വിനീതിനോടുമായിട്ട് രാധമ്മ വന്നിട്ട് പറഞ്ഞു, കല്യാണം കഴിഞ്ഞില്ലേ, ഇങ്ങനെ വീട്ടിനകത്ത് തന്നെ ഇരുന്നിട്ട് കാര്യമില്ല, നിങ്ങൾ ഒന്ന് പുറത്തേക്കൊന്ന് പോകാനായിട്ട് പറഞ്ഞു. എവിടെയെങ്കിലുമൊക്കെ ഒന്ന് പോയിട്ട് വാ. പക്ഷെ വിനീത് പറഞ്ഞു, എവിടെ പോകാനാ, എനിക്ക് കുറച്ച് തിരക്കുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്, കടയിൽ ജോലിയുണ്ട്. അതുപോലെ തന്നെ ഗംഗ പറഞ്ഞു, എനിക്കും വീട്ടിൽ കുറേ പണികളുണ്ട്. അതായത് വീട്ടിൽ കുറേ ബ്ലൗസ് തയ്ക്കാനൊക്കെ കിട്ടിയിട്ടുണ്ട്, അപ്പം അതൊക്കെ ചെയ്യണം. അപ്പം 2 പേർക്കും പോകാൻ സമയമില്ലല്ലേ, എന്നൊരു കാര്യം ചെയ്യുക, ആ കടയിലെങ്കിലും ഒന്ന് പോയിട്ട് വരാൻ പറഞ്ഞു. വിനീതിന് കടയിൽ പോകണമല്ലോ. അപ്പം ഗംഗയോട് പറഞ്ഞു, നീയും കൂടെ പോയിക്കോ ആ കൂടെ, കല്യാണം കഴിഞ്ഞല്ലേ, ഇനി വെറുതെ അകത്ത് കയറി ഇരിക്കണ്ട, ഒന്ന് പുറത്തേക്ക് ഒന്ന് ചുറ്റി അടിച്ചിട്ട് വാ. അവർക്ക് അവരുടേതായ കുറച്ച് സമയം കൊടുക്കണം. അതാണ് രാധമ്മയുടെ തീരുമാനം. ഒരുപക്ഷെ അവർ തമ്മിൽ അടുത്തിട്ടില്ലെങ്കിൽ അടുക്കാനായിട്ടൊരു അവസരം ഉണ്ടാക്കി കൊടുക്കുമായിരുന്നു. പിന്നീട് ഗംഗ ഒരുങ്ങി പോകാൻ തുടങ്ങിയപ്പോഴത്തേന് രാധമ്മ പറഞ്ഞു, ഇങ്ങനെയാണോ പോകുന്നത്? കല്യാണം കഴിഞ്ഞ് ആദ്യമായിട്ട് രണ്ടുപേരും ഒരുമിച്ച് പുറത്തിറങ്ങണല്ലേ, ഈ ചുരിദാറും വരെ സാരിയൊക്കെ എടുത്തോണ്ട് പോയാൽ മതി. ഒടുവിൽ ഗംഗ സാരിയൊക്കെ എടുത്തോണ്ടാണ് വിനീതിനോടൊപ്പം പോകുന്നത്. അങ്ങനെ വിനീതിന്റെ കടയിരിക്കുന്ന ടൗണിലേക്ക് ചെന്ന് കഴിഞ്ഞപ്പോൾ വിനീത് ഓരോന്ന് ഇങ്ങനെ വാതോരാതെ പറയാണ്, ദേ മുമ്പ് ഇവിടെ ആ കടയായിരുന്നു, എൻ്റെ ചെറുപ്പത്തിൽ എൻ്റെ ഡ്രസ്സുകളൊക്കെ തയ്ച്ചുകൊണ്ടിരുന്ന അവിടെയായിരുന്നു, അങ്ങനെയൊക്കെ പറഞ്ഞ് കുറേ സംസാരിക്കുന്നുണ്ട്. ഗംഗ പക്ഷെ ഒന്നും കാര്യമായിട്ട് സംസാരിക്കുന്നുണ്ടായിരുന്നില്ല. പിന്നീട് കടയിലേക്ക് ചെല്ലുക. കടയിലേക്ക് ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും ഈ കൈക്ക് ഉണ്ടായിരുന്നു. ആഹാ, കല്യാണം കഴിഞ്ഞ് പിറ്റേ ദിവസം തന്നെ രണ്ടുപേരും കടയിലേക്ക് പോകുന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അതെ, ഇത്ര ദിവസം ഇവിടെ ലേഡീസിന് ഡ്രസ്സ് ഒന്നും തയ്ക്കുന്നില്ലായിരുന്നല്ലോ, കുറച്ച് നാളുകളായിട്ട് തയ്ക്കുന്നില്ലായിരുന്നു. ഗംഗയ്ക്ക് തയ്യൽ കിട്ടോട്ടെ എന്നോർത്ത് വിചാരിച്ച, ഇനിയിപ്പോൾ അത് വേണ്ട, ഗംഗയുടെ ഫോട്ടോ ഒക്കെ വെച്ചിട്ടുണ്ടല്ലോ അവിടെ, വീണ്ടും വരച്ചു വെച്ചിട്ടുണ്ട്. അപ്പം ഇനിയിപ്പം പെണ്ണുങ്ങളുടെ ഡ്രസ്സും കൂടെ തയ്ക്കാം. അത് കേട്ടപ്പോൾ ഇക്ക പറഞ്ഞു, അല്ല അതിന് ഗംഗ ഇവിടെ വന്നിരിക്കണ്ടേ? ഗംഗ വന്നിരിക്കട്ടെ, ഗംഗയുടെ കൂടെ ഇവിടെ ഇരിക്കട്ടെ, 2 പേർ കൂടെ ഒരുമിച്ച് ഇവിടെ തയ്ക്കാലോ എന്ന് പറഞ്ഞു.
ഗംഗ അതിന് മറുപടിയൊന്നും പറഞ്ഞില്ല. ഇക്ക പറഞ്ഞു, എടാ ഉടനെ വേണ്ട, കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് മതി, അതൊക്കെ ഉള്ളൂ, പെട്ടെന്നൊന്നും ഇല്ല. ഗംഗ അങ്ങോട്ട് ഇവിടെ വന്നിരിക്കുവാണെങ്കിൽ രണ്ടുപേർക്ക് ഒരുമിച്ചിരുന്ന് തയ്ക്കാലോ. അപ്പൊ പിന്നെ കൂടുതൽ പൈസ ഉണ്ടാക്കാലോ. ഗംഗയ്ക്ക് ഇനി വീട്ടിൽ ഇനി ഒറ്റയ്ക്കിരുന്ന് തയ്ക്കണ്ട. ഇവിടെയാണെങ്കിൽ വിനീത് കൊണ്ടല്ലോ. കുറച്ച് കഴിഞ്ഞപ്പോൾ വിനീത് പറഞ്ഞു, ഞാനിപ്പോൾ വരാമെന്നും പറഞ്ഞുകൊണ്ട് ഇറങ്ങി പോവാണ്. ഈ സമയത്താണ് സുജാതയുടെ വരവ്. വിനീതിനെ കാണാൻ വന്നാണ്. ഗംഗ എന്ത് ചെയ്തു, അവിടെ കണ്ട് പുറത്തേക്ക് ഇങ്ങനെ ഇറങ്ങി അങ്ങോട്ട് വരുമ്പോഴത്തേനുമാണ് സുജാത അങ്ങോട്ട് വരുന്നത്. സുജാതയ്ക്ക് ഗംഗയെ കണ്ടപ്പോൾ സഹിച്ചില്ല. ഓഹോ, കല്യാണം കഴിഞ്ഞ് പിറ്റേ ദിവസം നീ ഇവിടെ ആധിപത്യം സ്ഥാപിച്ചോ? എന്ത് കണ്ടാടി, എൻ്റെ മോനെ നീ കറക്കി എടുത്തില്ലേടി? അപ്പോഴേക്കും ആൾക്കാരൊക്കെ ശ്രദ്ധിക്കാൻ തുടങ്ങി. ഭയങ്കര ഒച്ചപ്പാടായിരുന്നു. എൻ്റെ മോനെ വേണ്ട, ഗൾഫുകാരനെ മതി, നിനക്ക് പുറത്തു പോകണം എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പൊ കല്യാണം ഒന്നും നടക്കാതെ കെട്ടാച്ചടക്കായിട്ട് നിന്നപ്പോൾ നിനക്ക് എൻ്റെ മോനെ തന്നെ വേണമല്ലേ? എടി അഹങ്കാരി, നീ എന്നെൻ്റെ വീട്ടിലേക്ക് വലതുകാലം വെച്ചോ തുടങ്ങിയോ? അന്ന് തുടങ്ങിയ എൻ്റെ കഷ്ടകാലം. എനിക്ക് സങ്കടം വന്നു. ആ വീട്ടിലേക്ക് പോയി കയറിയിട്ട് പോലും ഇല്ല. പക്ഷെ എങ്കിൽ വിനീതാനും താനും നമ്മളെ കല്യാണം കഴിഞ്ഞപ്പോൾ ഇവർക്ക് സഹിച്ചിട്ടില്ല. അപ്പൊ അതിന്റെ ദേഷ്യം തീർക്കുന്നതാണ്. എൻ്റെ മോനെ കറക്കി എടുക്കാൻ നീ വിചാരിച്ചില്ല, ഇത് ഞാൻ വെറുതെ വിടില്ല എന്നൊക്കെ പറഞ്ഞ് വായി വന്നതെല്ലാം വിളിച്ചു പറഞ്ഞു. കെങ്കിക്ക് നാണക്കേടായി. കെങ്ക് കുറച്ച് കഴിയും പറഞ്ഞു, അമ്മായി എല്ലാവരും ശ്രദ്ധിക്കുന്നുണ്ട്, ശ്രദ്ധിക്കട്ടെ, എല്ലാവരും ശ്രദ്ധിക്കട്ടെ എന്നൊക്കെ പറഞ്ഞു. അപ്പോഴേക്കും ഇക്ക ഓടി ഇറങ്ങി വന്ന് ഗംഗയെ വിളിച്ചോണ്ട് അങ്ങോട്ട് പോയി. സുജാതയ്ക്ക് ദേഷ്യം വന്ന് സുജാത അങ്ങോട്ട് പോയി. കുറച്ച് കഴിഞ്ഞപ്പോൾ ഗംഗയ്ക്ക് ഭയങ്കര വിഷമമായിപ്പോയി. എല്ലാവരുടെ മുന്നിലിട്ട് അപമാനിച്ചല്ലോ. ഗംഗ പെട്ടെന്ന് തന്നെ വീട്ടിലേക്ക് പോവുകയും ചെയ്തു. കുറച്ച് സമയം കഴിഞ്ഞപ്പോഴത്തേനുമാണ് വിനീത് വരുന്നത്. വിനീത് വന്നപ്പോൾ ഗംഗയെ കണ്ടില്ല. കാര്യം എന്താണെന്ന് ഇക്കാട് തിരക്കി കഴിഞ്ഞപ്പോഴത്തേനുമാണ് ഇക്ക കാര്യം പറയണേ. നിന്റെ അമ്മ വന്നിട്ട് കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി, ഒച്ചപ്പാടും ബഹളമൊക്കെ ആയിരുന്നു. ഗംഗ വീട്ടിലേക്ക് പോയെന്ന്. വിനീതിന് സങ്കടമായി. കാരണം ഗംഗയുടെ മനസ്സ് വേദനിച്ചെന്നറിഞ്ഞ വിനീതിന് സഹിക്കുമോ? വിനീത് പെട്ടെന്ന് തന്നെ വീട്ടിലേക്ക് പോവുകയാണ്. ഈ സമയത്ത് നിവിൻ കാവേരിയെ വിളിച്ചു. കാവേരിയെ വിളിച്ചിട്ട് പിന്നീട് നമുക്കൊരു സ്ഥലം വരെ പോകാനുണ്ട്, എൻ്റെ കൂടെ വരണമെന്ന് പറഞ്ഞു. അങ്ങനെ കാവേരി വന്നിട്ട് ചോദിച്ചു, എങ്ങോട്ടാ നിവിനെ, എങ്ങോട്ടാ പോകാനുള്ളതെന്ന് ചോദിച്ചു. അത് നിന്റെ അച്ഛന് ഒരു പ്രോപ്പർട്ടിക്ക് അഡ്വാൻസ് കൊടുത്തെന്ന് പറഞ്ഞില്ലേ, ആ സ്ഥലമല്ലേ ജയപാലനങ്ങൾ വാങ്ങിച്ചിരിക്കുന്നത്, അത് ആരുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ചെന്നുള്ള ഡീറ്റെയിൽസ് കിട്ടിയിട്ടുണ്ട്. ഒരു കാര്യം ചെയ്യാം, നമുക്ക് അവിടെ പോയി അന്വേഷിക്കാമെന്ന് പറഞ്ഞു. കാവേരിക്കും തോന്നി നല്ല കാര്യമാണ്. എങ്ങനെ എന്താണെന്നറിയാലോ, അഡ്വാൻസ് കൊടുത്തത് എൻ്റെ അച്ഛനല്ലേ. ഒടുവിൽ അയാളുടെ അടുത്തേക്ക് ചെല്ലുവാണ്. അയാളുടെ അടുത്ത് നിന്നിട്ട് നിവിൻ കാര്യങ്ങൾ തിരക്കുവാണ്. ഈ പ്രോപ്പർട്ടി എന്നാണ് വാങ്ങിയത്, ജയപാലനങ്ങൾ ആണോ വാങ്ങിയത്, എന്താ എങ്ങനെയാന്നൊക്കെ ചോദിച്ചു. ഞാൻ പറഞ്ഞു, അത് ജയപാലന് ഞാൻ കൊടുത്ത പ്രോപ്പർട്ടിയാന്ന് പറഞ്ഞു. അപ്പോഴേക്കും കാവേരി പറഞ്ഞു, അതെങ്ങനെ ശരിയാവും, എൻ്റെ അച്ഛനല്ല അഡ്വാൻസ് തന്നെ, എൻ്റെ അച്ഛൻ അഡ്വാൻസ് തന്ന പ്രോപ്പർട്ടി എങ്ങനെ ജയപാലനങ്ങൾ വിൽക്കുന്നൊക്കെ ചോദിക്കുക. ഒടുവിലാണ് അയാൾ കാര്യം പറയുന്നത്. അഡ്വാൻസ് തന്നു, ശരിയാ, അരവിന്ദനാണ് അഡ്വാൻസ് തന്നെ. അരവിന്ദനും ജയപാലനും തമ്മിൽ ഭയങ്കര കൂട്ടാന്നുള്ള കാര്യം എനിക്കറിയാവുന്ന. അങ്ങനെ ഒരു ദിവസം കണ്ടു കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞായിരുന്നു ജയപാലനോട് ഈ പ്രോപ്പർട്ടി കൊടുക്കാനുണ്ടെന്ന്. പിന്നീട് അരവിന്ദനോട് സംസാരിച്ചു. അരവിന്ദൻ ഈ പ്രോപ്പർട്ടി വാങ്ങാമെന്നും പറഞ്ഞു. അങ്ങനെ അഡ്വാൻസ് തന്നെ. അഡ്വാൻസ് പേയ്മെൻറ്റും കാര്യങ്ങളൊക്കെ എൻ്റെ അടുത്ത് കൊണ്ടേ തന്നത് ജയപാലനാണ്. പിന്നെ ഘട്ടഘട്ടമായിട്ട് കുറേ പൈസ തന്നോളാന്ന് പറഞ്ഞു. ഒടുവിൽ പൈസയെല്ലാം തന്നു തീർത്തെന്ന് പറഞ്ഞു. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും കാവേരി ചോദിച്ചു, അങ്ങനെയാണെങ്കിൽ പിന്നെ ആ പ്രോപ്പർട്ടി എൻ്റെ അച്ഛൻ്റെ പേരിലല്ലേ രജിസ്റ്റർ ചെയ്യണ്ടേ, പകരം നിങ്ങൾ എന്താ ചെയ്തതെന്ന് ചോദിച്ചു. അത് പിന്നെ ജയപാലൻ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ ജയപാലനോട് പ്രോപ്പർട്ടി രജിസ്റ്റർ ചെയ്യുന്ന കാര്യം പറഞ്ഞപ്പോൾ ജയപാലൻ പറഞ്ഞു, അതെ എൻ്റെ പേര് രജിസ്റ്റർ ചെയ്താൽ മതിയെന്ന്. അപ്പം ഞാൻ ചോദിക്കുകയും ചെയ്തു, അരവിന്ദൻ്റെ പേര് രജിസ്റ്റർ ചെയ്താൽ പോരേന്ന്. പക്ഷേ വേണ്ട, എൻ്റെ പേര് രജിസ്റ്റർ ചെയ്താൽ മതിയെന്നാ അരവിന്ദൻ പറഞ്ഞിരിക്കുന്നത്. അപ്പം ഞാൻ പറയുകയും ചെയ്ത ഇതിൻ്റെ പവറും കാര്യങ്ങളും നോക്കി നടത്തിപ്പും കാര്യങ്ങളൊക്കെ എടുത്താൽ പോരെ, ആ പ്രോപ്പർട്ടി എപ്പോഴും അരവിന്ദൻ്റെ കൈവശിരിക്കുന്നല്ലേ രജിസ്റ്റർ ചെയ്യുന്നത് നല്ലതെന്ന്. പിന്നെ അയാൾ സമ്മതിക്കുന്നപ്പോൾ ഞാനോടത്ത് എനിക്ക് പൈസയും കാര്യങ്ങളൊക്കെ തന്നുകൊണ്ടിരുന്നത് ഈ പറയുന്നത് ജയപാലനാണ്. അപ്പം അയാൾ പറയുന്നതല്ലേ എനിക്കനുസരിക്കാൻ പറ്റുള്ളൂ. അയാളുടെ പേരിലേക്ക് രജിസ്റ്റർ ചെയ്യാനായിട്ട് അരവിന്ദേട്ടൻ പറഞ്ഞെന്ന് പറഞ്ഞു. അപ്പം പിന്നെ എനിക്ക് എന്നെ തീർക്കാനൊന്നും ഉണ്ടായിരുന്നില്ല, അങ്ങനെ രജിസ്റ്റർ ചെയ്ത് കൊടുത്താന്നൊക്കെ പറഞ്ഞു. അത് കേട്ടപ്പോൾ കാവേരിക്കാണ് വല്ലാത്തൊരു ടെൻഷനായിപ്പോയി. കാവേരി പറഞ്ഞ്, ശരിക്കും പറഞ്ഞ ചതിയിലൂടെ ആ പ്രോപ്പർട്ടി കൈക്കലാക്കുകയോ ചെയ്തിരിക്കുന്നത്, എൻ്റെ അച്ഛൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയ പൈസ, അത് എൻ്റെ അച്ഛനെ ചതിക്കുകയോ ചെയ്തതെന്ന് പറഞ്ഞു. പക്ഷെ അയാൾക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. ഒടുവിൽ കാവേരി ഇരുന്ന് പൊട്ടിക്കരയാണ്. നിവിൻ കാവേരിയെ ആശ്വസിപ്പിച്ചു. കാവേരി പറഞ്ഞു, ഇതിന് എന്താണെങ്കിലും ഞാൻ പകരം ചോദിക്കും, ഞാൻ അങ്ങനെ വെറുതെ വിടാൻ പോകുന്നില്ല. എൻ്റെ അച്ഛൻ്റെ പ്രോപ്പർട്ടി, എൻ്റെ അച്ഛൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയ പ്രോപ്പർട്ടി തട്ടിയെടുത്തവനാ നിവിൻ്റെ അങ്കിള്, ഞാൻ അയാളെ വെറുതെ വിടത്തില്ല നിവിനെ എന്നും പറഞ്ഞൊരു ശബ്ദമൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ കഥകളൊക്കെയാണ് നമ്മൾ കാണാൻ പോകുന്നത്. ആ കഥകൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നത്.